എൻ്റെ പേര് റേച്ചൽ റിയ ഷിബു എന്നാണ്. ഞാനിപ്പോൾ മസ്കറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്ക് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹത്തെ പറ്റി പറയാനായിട്ടാണ് ഞാനിവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. എനിക്ക് 2010 ഒക്കെ ആയപ്പോഴത്തേനും എൻ്റെ തലയിലെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. അതിന് മുന്നേ വരെ തല നിറച്ച് മുടി ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ഞാൻ. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. 2010 ഒക്കെ ആയപ്പോൾ ഞാനൊരു 6th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ ഉള്ള ഡോക്ടേഴ്സിനെ എല്ലാം കാണിച്ചു ഒത്തിരി ടെസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ പറഞ്ഞു എനിക്ക് അലോപേഷ്യ ഏരിയേറ്റ എന്നൊരു അസുഖമാണ്, അതൊരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ്, അപ്പോൾ ഒന്നും ചെയ്യാനില്ല. കുറേ എല്ലാ മുടിയും പോയി, എൻ്റെ തലയിൽ അവസാനം ഒരു മുടി പോലും ഇല്ലാതെയായി. ഞാൻ വിഗ്ഗാണ് പിന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 7-8 ഇയേഴ്സോളം വിഗ്ഗാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ 2019 ഒക്ടോബർ ആയപ്പോൾ എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ മുടി വളരുന്നതൊരു നിയോഗമായി വെച്ചു. അത് കഴിഞ്ഞ് ജൂൺ 2020 കോവിഡ് ടൈമിൽ ഞാനും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഞാനും ഓൺലൈൻ വഴിയായി എടുത്തു. എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യം കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു, ഒരു 7-8 ഇയേഴ്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിന്നെ മനസ്സിലായി അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, കാരണം ഒന്നും വരുന്നില്ല. പിന്നെ മാതാവിൽ മാത്രമാവാം നമുക്ക് അഭയം. മാതാവല്ല വേറെ ആരും ഇല്ല നമ്മളെ സഹായിക്കാൻ എന്നത് തിരിച്ചറിഞ്ഞപ്പോഴത്തേനും ഒരു 2 ഇയേഴ്സ് ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ പ്രാർത്ഥന മാത്രമായി. ജൂൺ 2020 ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ നടത്തിയ ഞാൻ മാതാവിൻ്റെ ജന്മ തിരുനാളിൻ്റെ അന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്കെൻ്റെ മുടി തിരിച്ചു വന്നു. 10 കൊല്ലം മുടിയില്ലാതെ എനിക്ക് 3 മാസം കൊണ്ട് എൻ്റെ മാതാവ് എനിക്ക് മുടി തിരിച്ചു തന്നു. ഇപ്പം ഞാനിപ്പോൾ കോവിഡ് ടൈം കഴിഞ്ഞിപ്പോൾ ഞാൻ നാട്ടിൽ വന്നിട്ട് 1 മാസമേ ആയുള്ളൂ. എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ മമ്മി ഉടമ്പടി എടുത്തപ്പത്തിന് ഉടമ്പടി തൈലവും എല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ വിശ്വാസം മാതാവിൽ സമർപ്പിച്ചാണ് ഞാൻ ആ ഉടമ്പടി എടുത്തതും. കുമ്പസരിച്ച് കുർബാന കൈകൊണ്ട് എന്നും കുർബാനയും കാണാൻ തുടങ്ങി. ശരിക്കും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം. ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല 10 കൊല്ലം മുടിയില്ലാതെ ഇരുന്നപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. കാരണം വളർന്നു വരുന്ന ഒരു പെൺകുട്ടിക്ക് മുടിയില്ലാതെ വരുന്ന ഒരവസ്ഥ, വിഗ്ഗും വെച്ച് വരിക എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. സോ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഉടമ്പടി എടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. എന്ത് വലിയ പ്രശ്നമാണെങ്കിലും മാതാവ് അതിനൊരു സൊല്യൂഷൻ തരും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയാം. വലിയൊരു സാക്ഷ്യമാണ്, വലിയൊരു സാക്ഷ്യം. അതായത് ഒരു 6th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ തൊട്ട് തലയിലെ മുടികളെല്ലാം പൊഴിയാൻ തുടങ്ങി. അതിന് പറയുന്ന അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അത് വേറൊന്നുമില്ല, ശരീരത്തിൽ തന്നെ ഹോർമോണിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ ഹോർമോണിൻ്റെ ഈ കുട്ടിയുടെ ശരീരത്തിൽ നടക്കുന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം ആയതുകൊണ്ട് ആ മുടി പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്.